വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ KPCC പിരിച്ച പണം എത്ര? ഈ ചോദ്യം നേരത്തെ ഉയർന്നു വന്നതാണ്. ഉത്തരം പറയാൻ ആദ്യം തയ്യാറായില്ല KPCC നേതാക്കൾ. അവസാനം കണക്ക് പറയേണ്ടി വന്നു. എത്രയാണ് പുറത്തുവിട്ട കണക്ക്? 3,78,68,718 രൂപ. ഇതാണ് പിരിഞ്ഞു കിട്ടിയ പണം. ഈ പണം തീർന്നു. സ്ഥലം വാങ്ങിയപ്പോൾ തന്നെ ഈ പണം തീർന്നു. പിന്നീട് KPCCയിൽ നിന്ന് കുറച്ച് പണം കൂടി എടുക്കേണ്ടി വന്നു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ എന്നാണ് KPCC പ്രസിഡന്റ് അന്ന് പറഞ്ഞത്. അപ്പോഴേ സംശയമുണ്ടായിരുന്നു, ഈ പണം മാത്രമാണോ പിരിച്ചത്? ഇതിനേക്കാളും പണം കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയില്ലേ? കോൺഗ്രസിന്റെ ബഹുജന സംഘടനകൾ പിരിച്ച പണം, ട്രേഡ് യൂണിയനുകൾ, കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയനുകൾ INTUC പിരിച്ച പണം, അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സർവീസ് സംഘടനകൾ പിരിച്ച പണം, അതൊക്കെ എവിടെ എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു. അതെല്ലാം ചേർന്നാണ് ഇത് എന്ന ഒഴുക്കൻ മറുപടി പറഞ്ഞ് പോവുകയാണ് ചെയ്തത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. എന്നാൽ ഇന്നിതാ പുതിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. KPCC പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പിലെ വിവരങ്ങളാണ് പുറത്തു വന്നത്. നേരത്തെ ഈ ആപ്പ് ആർക്കും ലഭിക്കുമായിരുന്നില്ല. ആപ്പ് അന്വേഷിച്ച് ആപ്പ് സ്റ്റോറിൽ പോയാൽ ഇപ്പോൾ ലഭ്യമല്ല എന്നായിരുന്നു മറുപടി. എന്നാൽ കമ്പ്യൂട്ടർ വിദഗ്ധനായ രജിത് രാമചന്ദ്രൻ ഈ ആപ്പിലെ വിവരങ്ങൾ ശേഖരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ, രജിത് രാമചന്ദ്രൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പായി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. മുഖ്യ ആപ്പിലെ വിവരങ്ങൾ പൊക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് രജിത് രാമചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. ആപ്പിൽ ഉള്ളത് ആകെ സമാഹരിച്ച തുക 3,78,68,718. ആകെ നടന്ന ഇടപാടുകൾ 22,702. ജില്ല റീജിയൻ തിരിച്ചുള്ള കണക്കുകൾ അവിശ്വസനീയം. എറണാകുളം അടക്കമുള്ള ഭൂരിപക്ഷം ജില്ലകളിൽ നിന്നും 15 ലക്ഷം രൂപ പോലും ലഭിച്ചതായി കണക്കിൽ ഇല്ല. കോട്ടയം പോലെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് 4 ലക്ഷത്തിൽ കുറവാണ് കണക്കിൽ ഉള്ളത്. ആപ്പിൽ ഇല്ലാത്തത് 2024 സെപ്റ്റംബർ മാസത്തെ കണക്ക് ആപ്പിൽ ഇല്ല. ആ മാസത്തെ മുഴുവൻ ഡാറ്റയും കാണാൻ ഇല്ല. ഉരുൾപൊട്ടൽ നടന്ന് ഏറ്റവും കൂടുതൽ പിരിവ് നടന്ന മാസമാണ് സെപ്റ്റംബർ. ഇത് മുഴുവനായി മുക്കി. ഗുരുതരമായ ആരോപണമാണ്. വിവരങ്ങൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കും. കീ വിഷ്വൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആപ്പിനകത്ത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. അതിൽ ഓരോ മാസവും ലഭിച്ച പണം, അതിൻ്റെ കണക്ക് നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ കണക്ക് കൊടുത്തിട്ടുണ്ട്, ഓഗസ്റ്റ് 2024. അതിനുശേഷം കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ 2024 കണക്കാണ്. ജൂലൈ 30-നാണ് 2024 ജൂലൈ 30-നാണ് ദുരന്തമുണ്ടാകുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് പണം പിരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസ്. ആ മാസം ലഭിച്ച പണം അത് കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 2024 എന്ന് പറഞ്ഞ് മുകളിലോട്ട് ലഭിച്ചിരിക്കുന്നു. ഏകദേശം 60 ലക്ഷം രൂപയാണ് ഓഗസ്റ്റ് മാസത്തിൽ KPCCക്ക് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തൊട്ടടുത്ത മാസം കാണിച്ചിരിക്കുന്നത് ഒക്ടോബർ 2024 എന്നാണ്. സെപ്റ്റംബർ എവിടെ പോയി? ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം ഉണ്ടല്ലോ. സെപ്റ്റംബർ മാസത്തിൽ പിരിച്ച കണക്ക് ഈ ആപ്പിലില്ല. അത് പൂർണ്ണമായും മുക്കിയിരിക്കുന്നു, ഒഴിവാക്കിയിരിക്കുന്നു. അതേസമയം ഒക്ടോബർ മാസത്തെ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ ലഭിച്ച തുക 1,20 ലക്ഷം രൂപയാണ്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുമായിരുന്ന സെപ്റ്റംബർ മാസം, അത് പറയാൻ കാരണം എന്താണ്? ജൂലൈ മാസത്തിലാണ് ദുരന്തം നടക്കുന്നത്, ജൂലൈ 30-ന്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലും പണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ പണത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതാണ് രജിത് രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. 2024 സെപ്റ്റംബർ മാസത്തെ കണക്ക് ആപ്പിൽ ഇല്ല. ആ മാസത്തെ മുഴുവൻ ഡാറ്റയും കാണാനില്ല. ഉരുൾപൊട്ടൽ നടന്ന് ഏറ്റവും കൂടുതൽ പിരിവ് നടന്ന മാസമാണ് സെപ്റ്റംബർ. ഇത് മുഴുവനായി മുക്കി എന്ന് പറയുന്നത് ഡാറ്റ പ്രകാരം, ആപ്പിലെ ഡാറ്റ പ്രകാരം അത് ശരിയുമാണ്. അടുത്ത പ്രശ്നം, രജിത് രാമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്ന അടുത്ത പ്രശ്നം, വൻകിട സംഭാവനകൾ, സർവീസ് സംഘടനകൾ, പ്രവാസി സംഘടനകൾ എന്നിവർ കൊടുത്ത കണക്ക് ആപ്പിൽ ഇല്ല. അത് മുഴുവനായും മുക്കി. എന്നാൽ ആപ്പ് വഴി അല്ലാതെ പിരിച്ച ഒരു 10 ലക്ഷത്തിൻ്റെയും ഒരു 20 ലക്ഷത്തിൻ്റെയും രേഖകൾ ആപ്പിൽ ഉണ്ട് താനും. ഇതാണ് പ്രധാനപ്പെട്ട സംഭവം. ഏറ്റവും കൂടുതൽ പണം പിരിച്ചത് സർവീസ് സംഘടനകളാണ്. സർവീസ് സംഘടനകളോട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം. ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗമാണ് സംഭാവന നൽകേണ്ടത്. ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകണം. ജീവനക്കാർ അനുമതി പത്രത്തിൽ ഒപ്പിട്ട് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ആ ഉത്തരവ് കത്തിച്ചു. പണം നൽകില്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് അതിനുശേഷം സർവീസ് സെക്രട്ടറികൾ നേരിട്ട് പിരിച്ചു. 1 കോടി രൂപ കൈമാറുന്ന ദൃശ്യം, ടി സിദ്ദിഖിന് 1 കോടി രൂപ കൈമാറുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതൊന്നും ഈ കണക്കിലില്ല. ആ പണമൊക്കെ എവിടെ പോയി? പ്രവാസി സംഘടനകൾ, കോൺഗ്രസിന്റെ പ്രവാസി സംഘടനകൾ പിരിച്ച പണം അത് എവിടെ പോയി? ട്രേഡ് യൂണിയനുകൾ, INTUC അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ പിരിച്ച പണം, ആ പണം എവിടെ പോയി? അതൊന്നും ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ആപ്പിലെ വിവരങ്ങൾ പ്രകാരം രജിത് രാമേന്ദ്രൻ പുറത്തുവിട്ട ഈ കണക്കുകൾ പ്രകാരം ശരിയാണെങ്കിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയമായി രജിത് രാമേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് പുറത്തുവിട്ട കണക്കും ആപ്പിലുള്ള കണക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല, പക്ഷേ ടോട്ടൽ ഒന്നാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ടോട്ടൽ ആകെ പണം ഒന്നാണ്. KPCC പ്രസിഡന്റ് പറഞ്ഞതും ആപ്പിൽ കാണിക്കുന്നതും ഒന്നാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. അതിൽ ശരിയുമാണ്. കാരണം സെപ്റ്റംബർ മാസത്തിലെ പണം എവിടെ പോയി എന്ന ചോദ്യം വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണല്ലോ എറണാകുളം. ആ എറണാകുളം ജില്ലയിൽ നിന്ന് ലഭിച്ച തുക എന്നത് വെറും 15 ലക്ഷം രൂപയാണ്. 15 ലക്ഷം രൂപ. കോൺഗ്രസിന്റെ മറ്റൊരു ശക്തി കേന്ദ്രമാണല്ലോ ഈ കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ നിന്ന് ലഭിച്ചത് വെറും 4 ലക്ഷം രൂപ മാത്രം. 4 ലക്ഷം രൂപ മാത്രം എന്ന് വെച്ചാൽ ആകെ തട്ടിപ്പ് വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവസാനം രജിത് രാമചന്ദ്രൻ പറയുന്നു, ആപ്പ് ലൈവാക്കാൻ 1 മിനിറ്റ് പോലും വേണ്ട എന്ന ഞെട്ടിക്കുന്ന സത്യവും മനസ്സിലാക്കി എന്ന്. ഈ ആപ്പ് വേണമെങ്കിൽ കോൺഗ്രസിന് ലൈവാക്കാം, 1 മിനിറ്റ് പോലും വേണ്ട. ഇപ്പോൾ ലഭ്യമല്ല. ഹാക്ക് ചെയ്തിട്ടാണ് രജിത് രാമേന്ദ്രൻ വിവരങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നത് മറ്റൊരു വിഷയം അവിടെ കിടക്കട്ടെ. പക്ഷേ ഈ ആപ്പ് ലൈവാക്കാൻ 1 നിമിഷം പോലും വേണ്ട KPCCക്ക്. ഇപ്പോൾ വേണമെങ്കിൽ ലൈവാക്കാം. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ കാണുന്ന രൂപത്തിൽ ലൈവാക്കിയിടാൻ കഴിയും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഈ പണമൊക്കെ എവിടെ പോയി? എത്ര കോടി രൂപയാണ്? വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചത് 400-ലധികം പേരാണ്. 150-ലധികം പേരെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. കേരളം കണ്ട മഹാദുരന്തമാണ്, ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അതുപയോഗിച്ച് പണം പിരിച്ച് ആ പണം കോൺഗ്രസ് നേതാക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിൽ വെട്ടിപ്പ് നടത്തി, അതിൽ തട്ടിപ്പ് നടത്തി, അതിൽ വെട്ടിപ്പ് നടത്തി. കോൺഗ്രസിന്റെ നേതാവായിരിക്കാൻ, MLA ആയിരിക്കാൻ, നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ, UDF ജയിച്ചാൽ മന്ത്രിക്കസേരയിരിക്കാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത്? വയനാട്ടിലെ മരിച്ചുപോയ മനുഷ്യരെ കാണിച്ച് ശവം ദുഃഖികൾ എന്ന് M സ്വരാജ് പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ പണം മുഴുവൻ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. മറുപടി പറയേണ്ടത് നിലവിലെ KPCC പ്രസിഡന്റ് മാത്രമല്ല, K സുധാകരൻ, മുൻ KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ കാലത്താണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. അദ്ദേഹം മറുപടി പറയണം. അതുമാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലവിലുണ്ട്. അദ്ദേഹം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് പണമുള്ളത് എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അറിയാതെ 1 നയ പൈസ പുറത്തേക്ക് പോകുമോ? അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണോ നടന്നത്? ഇതാണ് ഇനി അറിയേണ്ടത്. അക്കാര്യം വെളിപ്പെടുത്തേണ്ടത്. വിശ്വസനീയമാം വിധം കാര്യങ്ങൾ വിശദീകരിക്കാൻ KPCC പ്രസിഡന്റിന്, പ്രതിപക്ഷ നേതാവ് VD സതീശന് ഉത്തരവാദിത്വമുണ്ട്. അത് നിർവഹിക്കുമോ ഇല്ലയോ എന്നതാണ് കാര്യം.